ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള പാഠാവലിയുടെ ക്രിസ്മസ് എക്സാം മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലോ? നിർദ്ദേശം: താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1: വായിക്കാം, എഴുതാം. കവിത വായിച്ച് ശരിയുത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. പോകൂ വിളങ്ങൂ, മണ്ണിലും വെണ്ണിലും പൊൻതരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ, വെളിച്ചം ചുരത്തുവാൻ സന്നാഹമെത്രമേൽ കേമം, ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ, പാളി പതിയെ തുറന്നു ഞാനീ കിളി വാതിലിൽ വന്നിരിക്കുമ്പോൾ, സ്വപ്നം ചിറകു വിരിച്ചണയുമ്പോൾ കെട്ടിപ്പിടിക്കുവാൻ വന്നു, എന്തു വെളിച്ചമണയ്യ പിടിച്ചൊരു കണ്ണാടിക്കുപ്പിയിലിട്ടാൽ, എന്നുമിവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്നു തോന്നിയെന്നാലും, എന്തിനീ വെട്ടം എനിക്കു മാത്രം പോകയെല്ലായിടത്തും തെളിയോ, പോകുമിടങ്ങളിലെല്ലാം ഇരുളിനെ കീറി മുറിച്ചു രസിക്കും. സ്നേഹക്കനി UK രാഘവൻ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. പൊൻതരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? നക്ഷത്രം, അമ്പിളിമാമൻ, മിന്നാമിനുങ്ങ്. എന്തായിരിക്കും അതിന്റെ ആൻസർ? മിന്നാമിനുങ്ങ് അല്ലേ? അടുത്ത ചോദ്യം എന്താ? ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നതാരാണ്? തത്ത, മൂങ്ങ, മിന്നാമിനുങ്ങ്. എന്താണ്? മൂങ്ങ അല്ലേ? അടുത്ത ചോദ്യം: മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? മുറിയിൽ അടച്ചിടണം, കണ്ണാടിക്കുപ്പിയിൽ ഇടണം, കയ്യിൽ പിടിക്കണം. എന്തായിരിക്കും? കണ്ണാടിക്കുപ്പിയിൽ ഇടണം അല്ലേ? അടുത്ത ചോദ്യം: ചിറക് വിരിച്ചണയുന്നത് എന്താണ്? മേഘം, പക്ഷി, സ്വപ്നം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? സ്വപ്നമല്ലേ? അടുത്തത്: മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? മിന്നാമിന്നി നടക്കൂ, ഇരുളിനെ കീറിമുറിച്ച് രസിക്കൂ, ഒരിടത്തു മാത്രം വെളിച്ചം പരത്തൂ. അപ്പൊ എന്തായിരിക്കും കുട്ടി ആശംസിക്കുന്നത്? ഇരുളിനെ കീറിമുറിച്ച് രസിക്കൂ അല്ലേ? അടുത്തത് പ്രവർത്തനം 2: വർണ്ണന. അമ്മ പുഞ്ചിരി തൂകി, അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഇതുപോലെ നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതൂ. നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. മലയുടെ മുകളിൽ നിന്ന് നൂല് പോലെ അരിച്ചിറങ്ങുന്ന വെള്ളി നിറമുള്ള അരുവി. പാറയുടെ പരപ്പിലൂടെ തട്ടിയും തടഞ്ഞും പുല്ലുകളെ തഴുകിയും ഒഴുകി വന്ന വെള്ളച്ചാൽ താഴെ ചെറിയൊരു പാറപ്പിളർപ്പിലേക്ക് വന്ന് ആർത്തുലച്ചു വീഴുന്ന മനോഹരമായ കാഴ്ച. അരുവി വീണ്ടും ഒഴുകി കുട പോലെ നിൽക്കുന്ന പാറയ്ക്ക് മുകളിലൂടെ ഒഴുകി മഴനൂല് പോലെ ഒലിച്ചുറങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അടുത്ത ചോദ്യം: ഇടുക്കിയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കുന്നത് മലനിരകളെ, ഇടുക്കി ഡാമിനെ, പവർ ഹൗസിനെ. അപ്പൊ എന്തായിരിക്കും? ഇടുക്കി ഡാമിനെ അല്ലേ? അടുത്തത് പ്രവർത്തനം 3: കത്ത്. വെള്ളിതർ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്കിഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്കൊരുപാട് കാര്യം പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്ക് ഒരു കത്ത് തയ്യാറാക്കൂ. അപ്പൊ നമുക്കൊന്ന് കത്ത് എഴുതി നോക്കാം. ആദ്യം സ്ഥലം, തീയതി എഴുതുക. സ്നേഹം നിറഞ്ഞ മഴയ്ക്ക്. നീ ഇടയ്ക്കിടെ വന്നെത്തുന്ന ഞങ്ങളുടെ വിരുന്നുകാരനാണ്. വേനലിന്റെ ചൂടിൽ പുകഞ്ഞിരിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നീ വരുന്നത് എത്ര സുഖമാണെന്നോ. നീ എത്തുമ്പോൾ എന്തൊരു ആശ്വാസം എന്ന് വീട്ടിലെല്ലാവരും പറയാറുണ്ട്. ജൂൺ മാസമാകാറാകുമ്പോൾ എല്ലാവരും മഴയെ പഴിക്കാൻ തുടങ്ങും. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നീ നനയ്ക്കാനെത്തുമാറുണ്ടെങ്കിലും പ്രിയ മഴയെ, എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈനീട്ടി നിന്നെ തൊടാനും തട്ടിത്തെറിപ്പിക്കാനുമൊക്കെ എനിക്കിഷ്ടമാണ്. നീ എത്തേണ്ട സമയം എത്തിയില്ലെങ്കിൽ മുത്തശ്ശന്റെ കൃഷിയെല്ലാം കരിഞ്ഞു പോകും. വെള്ളമില്ലാതെ കറണ്ട് ഉണ്ടാവില്ലല്ലോ. നീ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇരുട്ടിലാവും. പ്രിയ മഴയെ, ചിലപ്പോൾ ഞങ്ങൾക്ക് ശല്യമായി തോന്നുമെങ്കിലും
നീ ഞങ്ങൾക്ക് ഏറെ ഉപകാരിയാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇനിയും നീ എത്തുമെന്ന് കാത്ത് ഞങ്ങൾ ഇരിക്കുന്നു. സ്നേഹപൂർവം വന്ദനം. പ്രവർത്തനം 4. അഭിമുഖ ചോദ്യാവലി. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറംലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. മണ്ണിനുള്ളിലെ മായാലോകം കണ്ട ഡോക്ടർ ബീബിനെ നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദിക്കാനുണ്ടാകും? ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കൂ. ഈ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. താങ്കൾ ഒരു പക്ഷി നിരീക്ഷകനല്ലേ? മണ്ണിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? കപ്പലിൽ എത്തിച്ച മണ്ണ് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടല്ലോ. ഇത്രയും വിസ്മയം മണ്ണിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മണ്ണിനെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും നിരീക്ഷിച്ച് അറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ ഇത്രയും വിസ്മയകരമായ ഒരു ജീവലോകം ഉണ്ടെന്ന് അങ്ങ് കണ്ടെത്തിയല്ലോ. അങ്ങയുടെ കണ്ടെത്തലുകളുടെ അനുഭവത്തിൽ കുട്ടികളായ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? അങ്ങ് ഒരു പക്ഷി ഗവേഷകനാണല്ലോ. പക്ഷിലോകത്തേക്കാൾ വിസ്മയകരമാണ് മണ്ണിലെ ലോകം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊഫസർ എസ് ശിവദാസിന്റെ കൃതികളിൽ പെടാത്തത്? കിയോ കിയോ, മണ്ണും മനുഷ്യനും, അതിനുമപ്പുറം എന്താണ്? അപ്പൊ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അതിനുമപ്പുറം എന്താണ്? പ്രവർത്തനം 5. യാത്രാനുഭവം. കൊടൈക്കനാലിലേക്ക് തായാട്ട് നടത്തിയ യാത്രയുടെ അനുഭവവും ഇടുക്കി അണക്കെട്ടു കണ്ട അഖിലിന്റെ അനുഭവവും ഉണ്ണിയുടെ വിമാനയാത്രയുടെ അനുഭവവും എല്ലാം പരിചയപ്പെട്ടില്ലേ? നിങ്ങളെ ഏറെ ആകർഷിച്ച ഒരു യാത്രയുടെ അനുഭവക്കുറിപ്പായി എഴുതൂ. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. മൂന്നാറിലേക്ക് നടത്തിയ യാത്രയിലെ കാഴ്ചകളും അനുഭവങ്ങളും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇക്കഴിഞ്ഞ അവധിക്കാലത്താണ് മൂന്നാറിന് പോയത്. മുൻപ് അവിടെ പോയിട്ടുണ്ടെങ്കിലും ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് എനിക്ക് അതിന്റെ ഓർമ്മകളില്ല. മൂന്നാറിലേക്കുള്ള യാത്രാവേളയിൽ ആദ്യം ഇറങ്ങിയത് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ്. വലിയൊരു മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം താഴെ എത്തുമ്പോൾ നുരഞ്ഞു പതഞ്ഞു വീഴുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ അല്പനേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്ര തുടർന്നു. 3 ആറുകൾ ചേരുന്ന ഇടമാണത്രേ മൂന്നാറ്. മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള എന്നീ 3 ആറുകളുടെ സംഗമ സ്ഥാനം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടമാണ് മൂന്നാറിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഞങ്ങൾ മൂന്നാറിൽ എത്തിയപ്പോൾ മഞ്ഞിന്റെ പുതപ്പു നീക്കി മൂന്നാർ ഉണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും പച്ചവിരിപ്പ് വിടർത്തിയിട്ടിരിക്കുന്നതുപോലെ തോന്നി തേയിലത്തോട്ടം കണ്ടപ്പോൾ. ഇതിന്റെ ഇടയിലൂടെ ചെറുവഴികളുണ്ട്. ജീപ്പിലും മറ്റും കയറി ആളുകൾ കുന്നിൻ മുകളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഇരവിക്കുളത്തേക്കാണ് ഞങ്ങൾ പോയത്. വരയാടുകളുടെ ആവാസ സ്ഥാനമാണിവിടം. മല കയറുമ്പോൾ വരയാടുകൾ അവിടവിടെ കൂട്ടം ചേർന്ന് നിൽക്കുന്നത് കണ്ടു. അവിടെ നിന്നും തിരികെ വന്ന് ആനയിറങ്കൽ അണക്കെട്ട് കാണാൻ പോയി. അവിടെ നിന്നും തിരിച്ച് മൂന്നാർ ടൗണിൽ എത്തിയപ്പോൾ വൈകുന്നേരമായി. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും തേയിലയുടെയും ചോക്ലേറ്റിന്റെയും വിൽപ്പനായിടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഞങ്ങൾ തേയിലയും ചോക്ലേറ്റും ഒക്കെ വാങ്ങി. ഇരുട്ട് വീഴുന്ന സമയത്താണ് അവിടെ നിന്നും തിരികെ പോന്നത്. മടക്കയാത്രയും തേയിലക്കുന്നുകളും വരയാടും മനോഹരമായ കാട്ടുപൂക്കളും ഒക്കെയായിരുന്നു എന്റെ മനസ്സു നിറയെ. പ്രവർത്തനം 6. ആസ്വാദനം തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഒരു മരം. ഒരു കുരു മണ്ണിൽ നട്ടു നനച്ചാൽ ഒരു മരമായിടും. ആ മരം ഒരു വൻമരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും. ആ മരം അരുളും തണലിലായിരം ആളുകൾ എത്തിയിടും. ഓമൽ പറവകൾ ആയിരമായിര മാഗധരായി പാടും. ആമരമരുളും കുളിരിൻ ചെടികൾ ആകെ മറന്നാടും. കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടിനണച്ചിടും. ഒരു കുരു മണ്ണിൽ നട്ടു നനച്ചാൽ ഒരു മരമായിടും. ആ മരം ഒരു വൻമരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും. മലയത്തപ്പുണ്ണി. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം ചെയ്ത് നോക്കാം. പ്രവർത്തനം 6.
ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് എത്രമാത്രം അനുഗ്രഹമായി മാറും എന്ന സന്ദേശം പകരുന്ന കവിതയാണ് മലയത്ത് അപ്പുണ്ണിയുടെ മരം. ഒരു വിത്ത് ഈ ഭൂമിയിൽ നട്ടു നനച്ചു വളർത്തിയാൽ ഒരു മരമായി മാറും. ആ മരം വളർന്നു വലുതായാൽ ഈ ഭൂമിക്ക് തണലായി അത് നിലകൊള്ളും. ഒരു വലിയ മരമായി അത് വളർന്നു കഴിയുമ്പോൾ അതിന്റെ തണലിൽ വിശ്രമിക്കാൻ ധാരാളം ആളുകൾ വന്നെത്തും. ധാരാളം പറവകൾ അവിടെ കൂടൊരുക്കും. അവരുടെ പാട്ടുകളാൽ ആ പ്രദേശമാകെ മുഖരിതമാകും. ആ മരം നൽകുന്ന തണുപ്പിൽ കുഞ്ഞു ചെടികൾ ആടിപ്പാടി നിൽക്കും. കാറ്റും മഴയും മഞ്ഞുമെല്ലാം കാലം തെറ്റാതെ കൃത്യമായി വന്നു ചേരും. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഇത്രയും മഹത്തായ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുന്നത്. ഒരു മരമെങ്കിലും നാം നട്ടുവളർത്തി ഭൂമിക്ക് തണലും തണുപ്പും നൽകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കവിതയിലൂടെ കവി. മരമുരുളും തണൽ, ഓമൽ പറവകൾ തുടങ്ങിയ പദങ്ങൾ കവിതയ്ക്ക് ഭംഗി നൽകുന്നവയാണ്. അപ്പൊ ഈ ചോദ്യപേപ്പറിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.